നമ്മൾ കഴിക്കുന്ന പല ഭക്ഷ്യവസ്തുക്കളും നമ്മുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നവയാണ്. ഇതെല്ലാം നമ്മുടെ അടുക്കളയിൽ സ്ഥിരം കാണാറുള്ള ഭക്ഷ്യവസ്തുക്കളാണ്. കാഴ്ചയിൽ ചെറുതാണെങ്കിലും ഒരുപക്ഷേ ഈ വിത്തുകൾ ശരിക്കും ആരോഗ്യ ഗുണങ്ങളുടെ കാര്യത്തിൽ മുൻപന്തിയിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, അത്തരത്തിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞ ഭക്ഷ്യവസ്തുവാണ് എള്ള്. ഇത് കാഴ്ചയിൽ ചെറുതാണ്, പക്ഷേ ആരോഗ്യ ഗുണങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലാണ് നിൽക്കുന്നത്. എള്ളും എള്ളോയിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എള്ള് തന്നെ നമുക്ക് രണ്ട് വിധത്തിൽ ലഭ്യമാണ്. ഒന്ന് കറുത്ത നിറത്തിലും ഒന്ന് വെളുത്ത നിറത്തിലും. ഇങ്ങനെ രണ്ട് രീതിയിലുള്ള എള്ള് നമ്മുടെ ആരോഗ്യ ഗുണങ്ങൾക്ക് വളരെ നല്ലതാണ്. രണ്ടും നമ്മുടെ ശരീരത്തിൽ ഒരേപോലെയാണ് പ്രവർത്തിക്കുന്നത്. എള്ളുപയോഗിച്ച് എള്ളുണ്ട തയ്യാറാക്കാറുണ്ട്. പിക്കിൾസിലൊക്കെ എള്ളെണ്ണ പ്രിസർവേറ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ബേക്ക് ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ മുകളിൽ ടോപ്പിംഗ്സായി എള്ളുപയോഗിക്കാറുണ്ട്. ലഡു, ചിക്കി എന്നിവയൊക്കെ എള്ളുപയോഗിച്ച് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അങ്ങനെ പലതരത്തിലും നമുക്ക് എള്ള് നമ്മുടെ ഡയറ്റിൽ ഉപയോഗിക്കാം. ഈ പറഞ്ഞ രീതിയിലൊക്കെ എള്ള് നമുക്ക് ഉപയോഗിക്കാം. എങ്കിലും എള്ളിൻ്റെ യഥാർത്ഥ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് ലഭിക്കണമെങ്കിൽ എള്ള് കുതിർത്ത് വേണം കഴിക്കാൻ. ഈ പറഞ്ഞ രീതിയിലല്ല എള്ള് കഴിക്കേണ്ടത്, കുതിർത്താണ് എള്ള് കഴിക്കേണ്ടത്. എള്ള് കുതിർത്തു കഴിക്കണം എന്ന് പറയുന്നതിന് കാരണം എള്ളിൽ ഫൈറ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഈ ഫൈറ്റിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ ഇതേ രൂപത്തിലെത്തുന്നത് മറ്റ് പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്നതിന് തടസ്സമായി നിൽക്കും. എള്ള് കുതിർത്ത് കഴിക്കുമ്പോൾ ഇതിൽ ഫൈറ്റിക് ആസിഡ് കുറയുകയും ശരിയായ രീതിയിൽ പോഷകങ്ങളുടെ ആഗിരണം നടക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് എള്ള് കുതിർത്ത് കഴിക്കണമെന്ന് പറയുന്നത്. എള്ളിൽ ധാരാളം കാൽഷ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം എന്നിവയും അടങ്ങിയിരിക്കുന്നു. അതിനാൽ എള്ളിൻ്റെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് എള്ള്. എള്ളു തേയ്മാനം പോലുള്ള രോഗങ്ങൾ വരുന്നത് തടയാൻ ഇത് ഗുണം ചെയ്യും. എള്ളിൽ കോപ്പർ അടങ്ങിയിരിക്കുന്നത് മൂലം വാദം പോലുള്ള പ്രശ്നങ്ങൾക്കും അത്യുത്തമമാണ് എള്ള്. സ്ത്രീകളിൽ എല്ലു തേയ്മാനം പോലുള്ള രോഗങ്ങൾ ആർത്തവ വിരാമശേഷമാണ് സാധാരണ കണ്ടുവരുന്നത്. ഇതൊഴിവാക്കാൻ ആർത്തവ വിരാമം എത്തിയ സ്ത്രീകൾ ഡെയിലി ഡയറ്റിൽ എള്ളുപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. എല്ലുകൾക്കുണ്ടാകുന്ന തേയ്മാനം ഒഴിവാക്കാൻ ഇത് സഹായിക്കും. കൂടാതെ എള്ളിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമായി കാണപ്പെടുന്നു. ഇത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനും സഹായിക്കും. കൂടാതെ എള്ളിൽ ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയിരിക്കുന്നു. ഈ ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ നമ്മുടെ ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ ഹൃദയമിടിപ്പ് കുറയ്ക്കുകയും ട്രൈഗ്ലിസറൈഡുകളുടെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നതിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ തന്നെയാണ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നതും. ഇവ LDL എന്ന ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുകയും നല്ല കൊളസ്ട്രോളായ HDL കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. അങ്ങനെ ചീത്ത കൊളസ്ട്രോൾ കുറയുന്നത് കൊണ്ടും നമ്മുടെ ശരീരത്തിനാവശ്യമായ നല്ല കൊളസ്ട്രോൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഹൃദയാരോഗ്യത്തിന് വളരെ മികച്ചതാണ് എള്ള്. എള്ളിൽ സിങ്ക് അടങ്ങിയിരിക്കുന്നു. ഈ സിങ്ക് രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. സിങ്ക് ശരീരത്തിന് രോഗബാധകളെ ചെറുക്കാൻ സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളാണ്. അതുപോലെ തന്നെ എള്ളിൽ മഗ്നീഷ്യം അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. മഗ്നീഷ്യം ഓർമ്മശക്തി മെച്ചപ്പെടുത്തുകയും നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതിന് സഹായിക്കുന്നു. പ്രമേഹമുള്ളവർക്കൊക്കെ വളരെ നല്ലത് കൂടിയാണ് എള്ള്. പ്രമേഹമുള്ളവരൊക്കെ ഡെയിലി ഡയറ്റിൽ എള്ള് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. കാരണം ഇത് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. എള്ളിലെ ഹെൽത്തി ഫാറ്റ്സ് പ്രമേഹമുള്ളവരിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്താനും സഹായിക്കും. അതുകൊണ്ട് ഡെയിലി ഡയറ്റിൽ എള്ള് ഉൾപ്പെടുത്തുക. ഇവ കൂടാതെ ഇതിൽ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. ഇത് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. വൈറ്റമിൻ ഇ ചർമ്മത്തെ വരണ്ടു പോകാതെ സംരക്ഷിക്കുകയും ചർമ്മത്തെ ഫ്രീ റാഡിക്കലുകളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ എള്ളിൽ ഫൈബർ അടങ്ങിയിരിക്കുന്നു. ഇത് ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കും. ഫൈബർ കുടലിൻ്റെ ചലനങ്ങൾ സുഗമമാക്കുകയും വയറിളക്കം തടയാൻ സഹായിക്കുകയും ചെയ്യും. ഇനി നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ എള്ള് ഉൾപ്പെടുത്താവുന്നതാണ്. എള്ള് കഴിക്കുന്നത് മൂലം ശരീരഭാരം കുറയ്ക്കാൻ സാധിക്കും എന്നതിന് ശാസ്ത്രീയമായ തെളിവുകളുമാണുള്ളത്. എള്ളിൽ കാണപ്പെടുന്ന ലിഗ്നാനുകൾ എന്ന സംയുക്തങ്ങൾ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നതായി പഠനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ലിഗ്നാനുകൾ ഹോർമോൺ പ്രവർത്തനത്തെ സ്വാധീനിക്കുകയും കൊഴുപ്പിൻ്റെ ആഗിരണം കുറയ്ക്കുകയും ചെയ്യുന്നു. കൂടാതെ എള്ളിൽ കാണപ്പെടുന്ന ഫൈബർ വയർ നിറഞ്ഞതായി തോന്നിപ്പിക്കുകയും അമിതമായി ഭക്ഷണം കഴിക്കുന്നത് തടയാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ശരീരഭാരം കുറയ്ക്കാൻ എള്ള് സഹായിക്കുന്നത്. കൂടാതെ ലിവറിൻ്റെ ആരോഗ്യത്തിനും ഉത്തമമാണ് എള്ള്. എള്ളിൽ അയൺ അംശം ധാരാളമായി കാണപ്പെടുന്നത് കൊണ്ട് തന്നെ ഇത് വിളർച്ച പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വളരെ നല്ലതാണ്. ദിവസവും 1 ടേബിൾ സ്പൂൺ എള്ള് കുതിർത്തോ മുളപ്പിച്ചോ കഴിക്കുന്നതും വിളർച്ച മാറാൻ നല്ലതാണ്.
അനീമിയ പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിന് എള്ള് കുതിർത്ത് കഴിക്കുന്നത് ഗുണം ചെയ്യും. കാരണം ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാൻ ഇത് സഹായിക്കും. കൂടാതെ സ്ത്രീകൾക്ക് എള്ള് ഏറെ നല്ലതാണ്, പ്രത്യേകിച്ചും ആർത്തവ സമയത്ത്. ഇതിലെ അയൺ രക്തനഷ്ടം കാരണമുള്ള വിളർച്ച തടയുന്നതിന് സഹായിക്കുന്നു. ആർത്തവ ക്രമക്കേടുകൾ പരിഹരിക്കുന്നതിനും എള്ള് വളരെ നല്ലതാണ്. ആർത്തവ ക്രമക്കേടുകൾ പരിഹരിക്കാനായി എള്ള് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ മതി. എള്ളിൽ അടങ്ങിയിരിക്കുന്ന ഈസ്ട്രജനാണ് പെട്ടെന്ന് ആർത്തവം വരാൻ സഹായിക്കുന്നത്. ആർത്തവ സമയത്ത് സ്ത്രീകൾ എള്ളിനൊപ്പം ശർക്കര ചേർത്ത് കഴിക്കുന്നതും ഏറെ ഗുണകരമാണ്. കൂടാതെ സ്ത്രീകളിൽ സ്തനാർബുദ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് എള്ള്. ഇത് DNA-ക്കുണ്ടാകുന്ന ക്രമക്കേടുകൾ തടയാനും കോശങ്ങൾക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ തടയാനുമെല്ലാം സഹായിക്കുന്നു. ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമാണ് എള്ള്. കൂടാതെ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി വൈറൽ ഗുണങ്ങളുമുണ്ട്. ഇതുമാത്രമല്ല ഫോസ്ഫറസ്, ഇരുമ്പ്, വൈറ്റമിൻ ബി, വൈറ്റമിൻ ഇ എന്നിവയും കാണപ്പെടുന്നു. ആരോഗ്യത്തിന് മാത്രമല്ല ചർമ്മ സൗന്ദര്യത്തിനും വളരെ നല്ലത് കൂടിയാണ് എള്ള്. സൂര്യൻ്റെ ദോഷകരമായ അൾട്രാ വയലറ്റ് രശ്മികൾ ചർമ്മത്തെ നശിപ്പിക്കുന്നതിൽ നിന്ന് ഇത് തടയുന്നതിന് സഹായിക്കുന്നു. അങ്ങനെയുണ്ടാകുന്ന ചുളിവുകളും പിഗ്മെൻറ്റേഷനും ഉണ്ടാകുന്നത് തടയാനും സഹായിക്കുന്ന നല്ലൊരു ഭക്ഷ്യവസ്തു കൂടിയാണ് എള്ള്. കൂടാതെ ചർമ്മത്തിൻ്റെ തിളക്കം നിലനിർത്താനും യുവത്വം നിലനിർത്താനും ചർമ്മത്തിലെ വരൾച്ചയെ അകറ്റാനുമൊക്കെ വളരെ നല്ലത് കൂടിയാണ് എള്ള്. സൗന്ദര്യത്തിന് മാത്രമല്ല മുടിയുടെ ആരോഗ്യത്തിനും വളരെ നല്ലത് കൂടിയാണ് എള്ള്. ഇതിനെ എള്ളെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതായത് മുടിയുടെ വളർച്ചയ്ക്ക് മുടിയുടെ ആരോഗ്യത്തിനായും എള്ളെണ്ണയാണ് കൂടുതൽ നല്ലത്. അകാല നര മാറ്റാനൊക്കെ എള്ള് സഹായിക്കും. എള്ള് പോലെ തന്നെ ഏറ്റവും ഗുണപ്രദമായ ഒന്നാണ് എള്ളെണ്ണയും. നമ്മൾ വെളിച്ചെണ്ണ പാചകത്തിന് ഉപയോഗിക്കുന്നത് പോലെ തന്നെ എള്ളെണ്ണയും നമുക്ക് പാചകത്തിനായി ഉപയോഗിക്കാവുന്നതാണ്. സാധാരണ നമ്മൾ അച്ചാറുണ്ടാക്കാനും ദോശ ചുടാനുമൊക്കെ എള്ളെണ്ണ ഉപയോഗിക്കാറുണ്ട് അല്ലേ? എന്നാൽ ഇനി മറ്റുള്ള പാചകങ്ങൾക്കും എള്ളെണ്ണ ഉപയോഗിക്കാവുന്നതാണ്. എള്ളെണ്ണയിൽ സെസമോളും അതുപോലെ സെസമിനോളും അടങ്ങിയിരിക്കുന്നു. ഇവ രണ്ടും ആൻറ്റി ഓക്സിഡൻറ്റുകളാണ്. ഇവ അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ ഇത് സെൽ ഡാമേജിൽ നിന്നും അതുപോലെ അണുക്കളിൽ നിന്നുമെല്ലാം ആരോഗ്യത്തെ നല്ല രീതിയിൽ സംരക്ഷിച്ചു നിർത്താൻ സഹായിക്കും. കൂടാതെ ഇത് ചർമ്മത്തിനും വളരെ നല്ലതാണ്. ഇനി പ്രമേഹമുള്ളവർക്ക് വളരെ നല്ലതാണ് എള്ളെണ്ണ. ഭക്ഷണം തയ്യാറാക്കുമ്പോൾ എള്ളെണ്ണ ഉപയോഗിക്കുന്നത് രക്തത്തിലെ ഷുഗർ ലെവൽ കുറയ്ക്കാൻ സഹായിക്കും. ഇതിനെക്കുറിച്ച് പല പഠനങ്ങൾ നടക്കുകയും ഷുഗർ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് എന്ന് തെളിയിക്കുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഷുഗറുള്ളവർ ഭക്ഷണത്തിൽ എള്ളെണ്ണ ചേർക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ ഇത് സഹായിക്കും. സാലഡ് ഉണ്ടാക്കുമ്പോഴൊക്കെ സാലഡിൽ എള്ളെണ്ണ ചേർത്ത് നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇനി ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും മറ്റുള്ള ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കുന്നതിനുമൊക്കെ എള്ള് ഈ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എള്ള് റോസ്റ്റ് ചെയ്തതിനു ശേഷം ടോപ്പിംഗ്സായി സ്മൂത്തുകളിൽ ചേർക്കാവുന്നതാണ്. തൈരിൽ ചേർത്തുപയോഗിക്കാം, സൂപ്പുകളിൽ ചേർത്തുപയോഗിക്കാം. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഡെയിലി ഡയറ്റിൽ എള്ള് ഉപയോഗിക്കാവുന്നതാണ്. എള്ളിൻ്റെ പോലെ തന്നെ ആരോഗ്യ ഗുണങ്ങളാൽ നിറഞ്ഞതാണ് എള്ളെണ്ണയും. പ്രായമാകുമ്പോൾ കാണുന്ന മുട്ടുവേദന, കാലുവേദന എന്നീ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെല്ലാം ദിവസേന എള്ളെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞു വരുന്നത് കാണാം. കാലുവേദനയും മുട്ടുവേദനയുമൊക്കെ കുറയ്ക്കാനായി കുളിക്കുന്നതിന് മുൻപ് എള്ളെണ്ണ തേച്ച് ചൂട് പിടിച്ച് കുളിക്കുന്നത് വളരെ നല്ലതാണ്. ഇതൊക്കെ മാറാൻ സഹായിക്കും. എണ്ണ ചൂടാക്കി ദേഹത്ത് പുരട്ടി കുളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അതായത് നീര് വരുമ്പോൾ അതുപോലെ തന്നെ വേദന എന്നിവയെല്ലാം ഉണ്ടാകുമ്പോൾ എണ്ണ ഡബിൾ ബോയിൽ ചെയ്ത് ദേഹത്ത് പുരട്ടി നിങ്ങൾക്ക് കുളിക്കാവുന്നതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസാണ് ഈ വേദനയെല്ലാം കുറയ്ക്കാൻ സഹായിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും മുറിവ് പറ്റിയാൽ എള്ളെണ്ണ പുരട്ടുന്നത് നല്ലതാണ്. ഇത് മുറിവുകളും അതുപോലെ ശരീരത്തിലേറ്റ പൊള്ളലുകളുമെല്ലാം കുറയ്ക്കാൻ സഹായിക്കും. കാരണം ഇത് കൊളോജൻ്റെ ഉൽപ്പാദനത്തെ ത്വരിതപ്പെടുത്തിയാണ് മുറിവുകൾ വേഗത്തിൽ ഉണങ്ങാനായി സഹായിക്കുന്നത്. ചർമ്മം നല്ല സോഫ്റ്റ് ആക്കുന്നതിനും അതുപോലെ തന്നെ നല്ല ദൃഢതയുള്ള ചർമ്മം ലഭിക്കുന്നതിനുമൊക്കെ എള്ളെണ്ണ നല്ലതാണ്. ചർമ്മത്തിലെ ചുളിവുകൾ കുറച്ച് പ്രായക്കുറവ് തോന്നിപ്പിക്കുവാനും ഇത് നിങ്ങളെ സഹായിക്കും. ചർമ്മ സൗന്ദര്യത്തിനായി കുളിക്കുന്നതിന് മുൻപാണ് ചർമ്മത്തിൽ എള്ളെണ്ണ ഉപയോഗിക്കേണ്ടത്. കൂടാതെ ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ ഇതിന് 30% അൾട്രാ വയലറ്റ് രശ്മികളെ തടയാൻ സഹായിക്കുന്നുവെന്നാണ് പഠന റിപ്പോർട്ട്. അതുകൊണ്ട് കുളിക്കുമ്പോൾ എള്ളെണ്ണ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നിങ്ങൾ തലവേദനിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഉറക്കം കിട്ടാതെ ഇരിക്കുമ്പോഴൊക്കെ തലയിലും ദേഹത്തും എണ്ണ തേച്ച് കുളിച്ചാൽ നല്ല പോലെ ആശ്വാസം ലഭിക്കുന്നതിനും അതുപോലെ നല്ല ഉറക്കം ലഭിക്കുന്നതിനും ഇത് സഹായിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, എള്ളും എള്ളെണ്ണയൊക്കെ ഈ പറഞ്ഞ രീതിയിലൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും മറ്റ് ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കുന്നതിനുമായൊക്കെ നിങ്ങൾക്ക് എള്ള് കുതിർത്തതിന് ശേഷം ഡയറ്റിൽ ഉപയോഗിക്കാവുന്നതാണ്.
അതായത് 1 ടീസ്പൂൺ എള്ള് കുതിർത്തതിന് ശേഷം നിങ്ങൾക്കിത് കറികളിൽ പേസ്റ്റായി ഉപയോഗിക്കാം. കറികളിൽ തേങ്ങ അരച്ച് നമ്മൾ ചേർക്കാറുണ്ട് അല്ലേ, അല്ലെങ്കിൽ കാഷ്യൂനട്ട് പേസ്റ്റ് നമ്മൾ ചേർക്കാറുണ്ട്. ഇതിനൊക്കെ പകരമായിട്ട് നമുക്ക് എള്ള് കുതിർത്തതിന് ശേഷം പേസ്റ്റാക്കി കറികളിൽ ചേർക്കാവുന്നതാണ്. സാധാരണ നോർത്ത് സൈഡിലൊക്കെ കറികളിൽ എള്ള് ചേർക്കാറുണ്ട്. ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ടാണ് മിക്ക കറികളിലും എള്ള് ചേർക്കാറ്. പലപ്പോഴും തണുപ്പുള്ള സമയങ്ങളിൽ ശരീരത്തിന് നല്ല ചൂട് ലഭിക്കാൻ വേണ്ടി കറികളിലൊക്കെ എള്ള് ചേർക്കാറുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ എള്ള് കുതിർത്തതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി എള്ളും എള്ളെണ്ണയും നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയിൽ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. Thank you.